അറിവിന്റെ കോട്ടയം പനച്ചിക്കാട് എഴുത്തിനിരുത്തുന്നതെന്നാണ് വിശ്വാസം. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിലും ഇത്തവണ വിദ്യാരംഭത്തിന് നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനെത്തിയത്. കോവിഡ് കാല നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതിനു ശേഷമുള്ള വിദ്യാരംഭ ചടങ്ങുകൾ വിപുലമായ രീതിയിലാണ് നടന്നത്. വർഷം മുഴുവൻ വിദ്യാരംഭ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് കോട്ടയം പനച്ചിക്കാട്. കൊല്ലൂർ മൂകാംബികയിൽ എഴുത്തിനിരുത്തുന്നതിന് തുല്യമാണ് പനച്ചിക്കാടും എഴുത്തിനിരുത്തിയാൽ എന്നൊരു വിശ്വാസമുണ്ട്. കൊല്ലൂർ മൂകാംബികയിൽ പോകാൻ കഴിയാത്തതിന്റെ വിഷമം ഭക്തർ ഇവിടെ വന്ന് തീർക്കുന്നു. ഓരോ തലമുറയിലുമുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് വിദ്യാരംഭം കുറിക്കുന്നവരുമുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൊച്ചുമകന്റെ വിദ്യാരംഭ ചടങ്ങിനായി എത്തിയിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് എത്തിയതേ ഉള്ളൂ. എൻ്റെ ഇളയ മോനാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. ഈ കുട്ടികളെ എല്ലാം ഇവിടെയാണ് എഴുത്തിനിരുത്തിയത്. ആ പാരമ്പര്യത്തിൻ്റെ ഒരു അംശമായിട്ട് ഇപ്പോൾ ഇളയ മോൻ്റെ മകനെ കൂടി ഇവിടെ എഴുത്തിനിരുത്താൻ വന്നതാണ്. കോവിഡിന് ശേഷം ആദ്യമായി വിപുലമായ ചടങ്ങുകളോടെ വിദ്യാരംഭം നടന്ന ഇത്തവണ 20,000-ഓളം കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. പുലർച്ചെ 2 മണിക്ക് പൂജയെടുപ്പും 4 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകളും ആരംഭിച്ചതു മുതൽ ബുക്ക് ചെയ്തവർക്ക് പുറമെ നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് ചടങ്ങിനെത്തിയവരുമുണ്ടായിരുന്നു. വാഗ്ദേവതയായ സരസ്വതീ ദേവിയുടെ അനുഗ്രഹം നേടുന്നതിനായി വിവിധയിടങ്ങളിൽ നിന്നായി ഒട്ടനവധി പേരാണ് പനച്ചിക്കാട്ടേക്ക് എത്തിയത്.